അപ്പോൾ നമസ്കാരം. നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മളെ ആലിക്കയാണ്. അപ്പോൾ ഈ പല വീഡിയോയും വരുന്നുണ്ട് ഈ കൈവേഷത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങൾ ആലിക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ ആലിക്ക പറഞ്ഞുതരും. നമുക്ക് ആലിക്കോട് ചോദിക്കാം. ഈ വെളുത്ത ശംഖുപുഷ്പത്തിനെ കുറിച്ചും അതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം ആലിക്ക പറഞ്ഞുതരും. നമുക്ക് ആലിക്കോട് നേരിട്ട് ചോദിക്കാം. ആലിക്ക പറഞ്ഞു. ഈ വീഡിയോ ഈശ്വരവിശ്വാസികൾക്കും മാന്ത്രിക താന്ത്രിക ഉപാസനകളും അതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും വിശ്വസിക്കുന്നവർക്ക്, സത്യത്തിൽ വിശ്വസിക്കുന്ന മാത്രമല്ല, അല്ലാത്തവർ ഈ വീഡിയോ തള്ളി കളഞ്ഞെടുക്കാൻ പാടില്ല. വിശ്വസിക്കുന്നവർക്കും അനുഭവസ്ഥർക്കും വേണ്ടി മാത്രം പറയുന്നതാണ്. വെളുത്ത ശംഖുപുഷ്പം കൈവിഷത്തിന് ലോകോത്തര ഔഷധം തന്നെയാണ്, ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. ശംഖുപുഷ്പം 2 തരമുണ്ട്: നീലശംഖുപുഷ്പം, വെളുത്ത ശംഖുപുഷ്പം. നീലശംഖുപുഷ്പം സാധാരണ ഈശ്വര പ്രാർത്ഥന പൂജാതി കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നീലശംഖുപുഷ്പം. വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേരാണ് സാധാരണയായി കൈവശത്തിന് ഉപയോഗിച്ച് വരുന്നത്. ഇത് ഒരു വൈദ്യോപദേശം കൊണ്ട് മാത്രം കഴിക്കുക. ഇവിടെ നമ്മളെ വിഷയം വെളുത്ത ശംഖുപുഷ്പമല്ല. കൈവിഷത്തിനെ സംബന്ധിച്ച് പലരും പല വീഡിയോയും ചെയ്യുന്നുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം കൈവിഷം ഒരു 1-2 കുപ്പി മഹാകല്യാണകൃതം ജപിച്ച് കഴിച്ചാലോ, അല്ലെങ്കിൽ പഞ്ചഗവ്യകൃതം ജപിച്ച് കഴിച്ചാലോ, ദൂഷി വിഷാരി, കൈവിഷ പരിഹാരി, കൈവിഷ ഗുളിക, ചിലതരം പാൽ കഷായങ്ങൾ, ദ്രാക്ഷാദി, മൃത്തികാദി, ശാരിവാദി, ശതാവര്യാദി, ഷഡംഗം, അർദ്ധവില്ലം കഷായം മുതലായ കഷായങ്ങൾ, ഇതിലൊന്നും സാധാരണ വലിയ പവർഫുള്ളായിട്ടുള്ള കൈവശം പോവില്ല. കൈവശം സാധാരണ ഉഗ്രമൂർത്തികളെ ജപിച്ച് കൊടുക്കുന്ന, ഇത് വളരെ ദുർബലമായിട്ടുള്ള കൈവിഷങ്ങളെല്ലാം നിങ്ങൾ ഈ മരുന്നുകളിൽ പോകും. പക്ഷേ ഉഗ്രമൂർത്തികളെ ജപിച്ച് കൊടുക്കുന്ന കൈവശം 1 മൂർത്തി, 2 മൂർത്തി, 12 മൂർത്തികൾ സീരീസിൽ അനേകം മൂർത്തികളെ ജപിച്ച് കൊടുക്കുന്ന കൈവശം, ആ കൈവശം ഏറ്റുകഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന എളുപ്പത്തിൽ നെയ്ച്ചോറ് വഹിക്കുന്ന പോലെ പോവില്ല. അത് കുറേ കളിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു പേഷ്യൻറ്റിന് മറ്റു പെൺകുട്ടികൾക്കായാലും ഇത് സംഭവിച്ചു വരുന്നത്, ദുഷ്ടന് എവിടെയും കൊണ്ടിടാം, ദുഷ്ടനും തേക്കും എവിടെയും കൊണ്ടിടാം, നശിച്ചു പോവില്ല. അതുപോലെ സാധാരണ വളരെ ദുർബലമായ ഹൃദയങ്ങൾ, വളരെ സാധുവായ മനുഷ്യന്മാരെല്ലാം ഈ കൈവശം ഏറ്റുവരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, കൈവശം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ, ചായയിൽ, വെള്ളത്തിൽ, അതുമല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയോ അയാളെ തൻ്റേതാക്കി മാറ്റാൻ വേണ്ടിയോ തൻ്റെ ഇച്ഛാധീനം പ്രവർത്തിക്കാൻ വേണ്ടിയോ കൊടുക്കുന്നതാണ് ഈ കൈവശം. അത് കൊടുത്താൽ അതിന് പിന്നീട് വിപരീത ഫലങ്ങളാണ് ഉണ്ടാവുക. കുറച്ച് കാലം കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ ഫലങ്ങളായിരിക്കില്ല. പിന്നീട് അത് ഏറ്റുകഴിഞ്ഞാൽ, ആദ്യമായിട്ട് തന്നെ ഇത് ഏറ്റുകഴിഞ്ഞാൾക്ക് ഉണ്ടാവുന്നത് മനസ്സിന് ശക്തമായൊരു ക്ലേശം ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, വയറ് വീർപ്പുണ്ടാവും, ഭക്ഷണം കഴിച്ച ഉടനെ കക്കൂസിൽ പോകണം, വയറിളകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ലോറിയിലോ ബസ്സിലോ മറ്റുള്ളതിലൊന്നും ജോലി ചെയ്യാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് വയറിളകി പോകുന്നതിൽ പത ഉണ്ടാവും. കോഴിയിറച്ചി മറ്റുള്ളത് കഴിച്ചാൽ പത പോയിക്കൊണ്ടിരിക്കും. മലം ഉരുകിയിട്ട് ഉറ്റുന്നത് പോലെ, പ്ലാസ്റ്റിക് ഉരുകിയിട്ട് ഉറ്റുന്നത് പോലെ മല ഉറ്റിക്കൊണ്ടിരിക്കും, മൂത്രം ഉറ്റിക്കൊണ്ടിരിക്കും, കൈകാലെരിച്ചിലുണ്ടാവും. അത് കുറച്ചും കൂടി മൂക്കുമ്പോൾ ശക്തിയായ തൊണ്ട കത്തലുണ്ടാവും, തൊണ്ട വരൾച്ച ഉണ്ടാവും, ദാഹം ഉണ്ടാവും. പിന്നെ ഇയാൾക്കൊന്നും വയ്യാതാവും, എപ്പം കിടക്കണം എന്നില്ല തോന്നൽ, മടി, ദാഹം, കണ്ണിരിട്ടടക്കുക, കണ്ണ് ചോക്കുക, തല ചൂടാവുക, ആൾക്കാരുടെ ശബ്ദം കേട്ടുകൂടാതാവുക. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ ശബ്ദം, ബസ്സിൻ്റെ ശബ്ദം, ഇങ്ങനെയുള്ള ശബ്ദമൊന്നും കേട്ടുകൂടാതാവുക. പിന്നെ പ്രകാശം നോക്കാൻ പറ്റാതാവുക. ഇങ്ങനെ പല അനുഭവങ്ങളും. മുമ്പ് വലിയ കൈവശേറ്റിട്ട് പലരും മരിച്ചു പോയിട്ടുണ്ട്. കൈവശം നിങ്ങൾ പറയുന്ന പോലെ അത്ര നിസ്സാര സംഗതിയല്ല. അത് വളരെ, ഇപ്പോൾ കഷായത്തിലെല്ലാം കൊടുത്തതെല്ലാം പറഞ്ഞു, അത് കൈവശം, അത് ഒരു പ്രതിഭാസമില്ലാത്ത കൈവശമാണ്. അത് രാസപ്രവർത്തനം മാത്രം നടത്തുന്ന കൈവശത്തിലാണ് ഇപ്പം കഷായത്തിൽ കൊടുത്തിട്ട് കൊന്നു എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് പ്രതിഭാസങ്ങളോടുകൂടിയ കൈവശം വളരെ ഡേഞ്ചറാണ്. അത് ഏത് നല്ല ഒരാളായാലും, കച്ചവടക്കാരനായാലും, ഉദ്യോഗസ്ഥനായാലും, പോലീസായാലും, വക്കീലായാലും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വശീകരിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അതിന് സൈഡ് എഫക്റ്റ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ നശിക്കും തന്നെയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വത്തും മുതലും അയാൾ ആരോഗ്യം ആയിരിക്കും അയാളെ കണ്ടുകൂടാണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുക. എപ്പോൾ കിടന്നിടന്ന് എണീക്കാൻ വയ്യാതാവും. അവസാനം ശരീരം മെലിഞ്ഞ് ഒട്ടി വരും. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തിയായ വയറ് കത്തലുണ്ടാവും, തല ചൂടാലുണ്ടാവും, തൊണ്ട കത്തലുണ്ടാവും, വിറയലുണ്ടാവും, പുകച്ചലുണ്ടാവും, വിട്ടുമാറാത്ത പുകച്ചലുണ്ടാവും, തണ്ണീർ ദാഹം ഉണ്ടാവും. എത്ര വെള്ളം കുടിച്ചാൽ ഈ വെള്ളം എങ്ങോട്ട് പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ കുറഞ്ഞ ലക്ഷണങ്ങളെ പറഞ്ഞ അനേകം ലക്ഷണങ്ങൾ ഒരു 12 വാള്യമുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചാൽ പോലും തീരാത്തത്രയും നല്ല ടൈമിന് വെട്ടിവെച്ചാൽ കൊള്ളില്ല. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒരു
പുളിമാവ് കുലുക്കിയിട്ട് 100 മാങ്ങി 200 മാങ്ങിയും പന്നിനെല്ലാം ഒറ്റക്ക് വെടിവെച്ചിട്ട് തിന്നുന്ന ആൾ രാവിലെ ഒരു നേന്ത്രപ്പഴവും ചായയും കൊടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അയാൾക്ക് വൈകുന്നേരമായിട്ട് അത് കുടിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ട് അത് അവരെ ടൈമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് കൈവശത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ള. കൈവശം ഒരു ഭീകര സത്വം തന്നെയാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് എത്രയോ ജനങ്ങളെ ബാധിച്ചിട്ട് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇതൊന്നും ഒരു കുപ്പി മരുന്ന് കഴിച്ചാലൊന്നും പോകുന്നതൊന്നല്ല. ഇത് നല്ല ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം നല്ല സൂക്ഷ്മത, അതുകൊണ്ട് നല്ല ഈശ്വര വിശ്വാസവും നല്ല സത്യത്തിലും ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ അല്ലാത്തവർ ഇത് എടുക്കേണ്ട. അവരും അനുഭവിക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ വരും. അനുഭവമാണല്ലോ നമ്മളെ ഗുരു. ഇല്ല ഇത് പറയുമ്പോൾ ഒന്നും വിട്ടിത്തന്നു. ഇത് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മളടുത്തേക്ക് വന്നിട്ട് ചോദിക്കൂല. ഇതിപ്പം ഇത് അനുഭവമാണ് ഗുരു. ഇത് ഈ വീഡിയോ ആയിട്ട് പിന്നെ പ്രേക്ഷകർ, മാന്യ പ്രേക്ഷക സഹോദരങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറഞ്ഞ ലക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ലക്ഷണങ്ങൾ അനേകം ഉണ്ട്, നിങ്ങൾക്ക് ധാരാളം അറിയാം. അതുകൊണ്ട് ഇത് കമൻറ്റ് ചെയ്യുക, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതാണ് ഇതിൻ്റെ സത്യം. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ അങ്ങനെയാണ് ലോകത്ത് നടക്കുന്നത്. കൈവശം എല്ലാ ലോകത്തും എല്ലാ രാജ്യത്തും ഉണ്ട്. അത് കൈവശം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ തന്നെ തരണ്ട, നിങ്ങളെ അഡ്രസ്സിൽ ഊതി വിട്ടാലും മതി. അതൊന്നും എടുത്തു കളയാൻ കഴിയില്ല. കിണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ പൈപ്പ് ഇട്ട് ഊതിയിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റ് കരിക്ക് വെച്ചിട്ടൊന്നും പോവില്ല, പോയ ചരിത്രവും ഇല്ല. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ അനുഭവം. ഞാൻ പല രോഗികളെയും പലത് കണ്ട് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ 3 കൊല്ലം ഉണ്ടായിന്. 3 കൊല്ലത്തിന് കൈവശ രോഗികൾ അനേകം വന്നു. കാരണം 70 കൊല്ലം മുമ്പ് ഒരു ഹെവി ഡ്രൈവർക്ക് കൈവശം പയറ്റി പറ്റി. പക്ഷെ അയാൾ അറിയുന്നില്ല ഇത് കൈവശം ഉണ്ടെന്ന്. 70 കൊല്ലത്തിന് ശേഷം അയാൾ ഇത് വിഷമം വന്നു. അയാൾ അപ്പോൾ സമയം ദോഷമായി. അയാളെ വിഷമം വന്നു. അയാൾ വന്ന് നോക്കുമ്പോൾ ഇത് കേസെടുക്കുമ്പം മുട്ടയിൽ കൊടുത്ത് കൈവശം ഛർദ്ദിച്ചു. ആ മുട്ട ദഹിച്ചിട്ട് അതും അതേ കണ്ടീഷനിൽ അത് ഉണ്ടായി. ഇപ്പോൾ ആരെങ്കിലും വിശ്വസിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ആഹാരം ദഹിക്കില്ല. ഇറച്ചിയൊക്കെ തിന്നാൽ ഇറച്ചിയിൽ മുഴുവനായിട്ട് തന്നെ വയറ്റിൽ നിന്ന് ഇളകിപ്പോവും. മലം ചൂടായിട്ട് ഉരുകി വിറ്റിക്കൊണ്ടിരിക്കും, മൂത്രം ഉറ്റിക്കൊണ്ടിരിക്കും, കണ്ണ് ചുവപ്പ്, തല പുകച്ചലുണ്ടാവും, കൈകാലരിച്ചിലുണ്ടാവും, മസിൽ കോച്ചി വലുത്തുണ്ടാവും, ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ഛർദ്ദിക്കണം തോന്നിക്കൊണ്ടിരിക്കും, ദാഹം ഉണ്ടാവും, ശക്തമായ തൊണ്ട കത്തലുണ്ടാവും, ചെവിയിൽ നിന്ന് മൂളിക്കൊണ്ടിരിക്കും, ചെവി അടച്ചു കിട്ടും. ശരീരത്തിൻ്റെ പല ഇത് മൂത്ത് കുറേ ശരീരം മൊത്തം നീര് കയറും. ഇത് ഡോക്ടർമാർക്ക് വൃക്ക രോഗമാണെന്നോ മറ്റ് വേറെ എന്തെങ്കിലും ഡിസീസാണെന്നോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ഇതിൻ്റെ ഒന്നും യാതൊന്നും അറിയില്ല. അവർ തപസ്സിരുന്നാലും അവർ എന്തെല്ലാം പരിശോധന നടത്തിയാലും ഈ രോഗം കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ പണ്ട് പിന്നെ വലിയ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് രോഗമൊന്നും കാണുന്നില്ല, നീ ഒന്ന് പ്രശ്നം വാരി വെച്ച് നോക്ക്. അതിലാണ് പിന്നീട് കാര്യങ്ങൾ എന്തോ ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ആത്മീയ ചികിത്സകന്മാരെ കാണുക, അവർ അഡ്വൈസ് തേടുക. പക്ഷെ അവരും ഇത് അനുഭവിച്ചിട്ടില്ല. അവരും ഗുരുവിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചതോ വായിച്ച് മനസ്സിലാക്കിയതേ ഉള്ളൂ. ആത്മീയ ചികിത്സകന്മാരെ കാണുക, അല്ല യന്ത്രതന്ത്ര പിന്നെ ചികിത്സ ചെയ്യുന്ന മാന്ത്രിക ഉപാസന കാണുക, അല്ലെങ്കിൽ തങ്ങന്മാരെ കാണുക. ഇങ്ങനെ ഉള്ളവരും കണ്ടിട്ട് ഇതിൻ്റെ അഡ്വൈസ് തേടുക. എന്നിട്ടാന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും വലിയ ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും. നിങ്ങൾ പറയും പോലെ പെട്ടെന്നൊന്നും ഇത് അങ്ങനെ കൈവശം ഒഴിവായിട്ട് പോകുന്നൊന്നുമല്ല. സ്കാൻ ചെയ്താൽ ഇത് കാണൂല. സ്കാൻ ചെയ്താൽ കാണൂല. CT സ്കാനിങ്ങിൽ പിന്നെ MRI സ്കാനിൽ കാണൂല. സിഗ്നോമൈഡോസ്കോപ്പിയിൽ കാണൂല. ക്രിമിയൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ ഇത് പിന്നെ കാണൂല. സിഗ്നോമൈഡോസ്കോപ്പി കാണൂല. എൻഡോസ്കോപ്പിയിൽ കാണൂല. ഇത് ബൾബിട്ടിട്ട് കുത്തി നോക്കിയാലൊന്നും അത് വെറുതെ പാഴ്വേലയാണ്. അപ്പം അതാണ് ഈ കൈവശം. ഇതിങ്ങനെ ആരെങ്കിലും പ്രേക്ഷകരിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിദഗ്ധ ഇതിന്നിപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു വിദഗ്ധ പഠനത്തിന് ഇത് തയ്യാറാക്കേണ്ടതാണ്. എന്നിട്ട് എന്നാണ് ഇത് സംഭവിച്ചത്, ഏടുന്ന് ഇത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടി ചില ഡോക്ടർമാർ പോയി കണ്ടവർ അവർ റാനിറ്റിഡിൻ ടാബ്ലറ്റ് എഴുതി കൊടുക്കും. പിന്നെ പിന്നെ റാബിപ്രാസോളോ പാന്തോപ്രാസോളോ സോഡിയം ഡോൺബെറിഡോൺ വിത്ത് ഹൈഡ്രോക്ലോറൈഡിൻ്റെ ഗുളികകൾ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വരുന്ന എന്നാണ് ടൈറ്റോമർ, അമിട്രിഫില്ലിൻ പോലെയുള്ള കുറേ ഗുളികകൾ കോരി അങ്ങ് കൊടുക്കും. ഇത് കഴിക്കുമ്പോൾ ആ ഗുളികേൻ്റെ പവർ അവിടെ നിൽക്കും. പിന്നെ എന്നല്ലാണ്ട് ഗുളികകൾ ഉള്ളുന്ന മൂർത്തികൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഫലിക്കൂല. ഇപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ആരെങ്കിലും പ്രേക്ഷകരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അതൊരു സമഗ്ര പഠനത്തിന് വിധേയമാക്കും. എന്താണ് ഇത് സംഭവിച്ചതിൻ്റെ കാരണം, എനിക്ക് ഈ നാശം എനിക്ക് വരാനുള്ള കാരണം എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, അതിൻ്റെ പരിഹാരം എന്താണെന്ന് തേടുക. അല്ല ഡോക്ടർമാർ പോയി കണ്ടിട്ട് ഇതിങ്ങനെ അവരെപ്പോൾ മരുന്ന് എഴുതി തരും, അത് കുടിക്കും, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കിടക്കും. അപ്പോൾ അത് കഴിച്ചതിൻ്റെ ദോഷം വേറെ വരും. ഇങ്ങനെയാണ് ഉണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് വീഡിയോ അതിൻ്റെ പിന്നെ വേറെ ഒന്നും സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, താങ്ക്സ്.